ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുൾ ചെയ്തു. യഹോവയായ ദൈവം അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ തലമുറയില്ലാതിരുന്ന അബ്രഹാമിന് ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയെ കയ്യിൽ കൊടുത്തിട്ട്, ആ ദൈവം, വാഗ്ദത്തം കൊടുത്ത ദൈവം അബ്രഹാമിനോട് ചോദിക്കുകയാണ്, നീ സ്നേഹിക്കുന്ന, ആ പദം വളരെ ശ്രദ്ധേയമാണ് പ്രിയരെ, നീ സ്നേഹിക്കുന്ന. ദൈവം വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്തം കയ്യിലിരിക്കുമ്പോൾ അവിടെ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത്. അബ്രഹാമിനെ ദൈവം ഒന്ന് പരീക്ഷിക്കുകയാണ്. ദൈവം 99-ാമത്തെ വയസ്സിൽ ദാനമായി കൊടുത്ത ആ ഇസഹാക്കിനെ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹത്തെ അറിയാൻ ദൈവം അബ്രഹാമിനോട് ചോദിക്കുന്നു, നീ സ്നേഹിക്കുന്ന മകനെ. നമ്മോട് ഇതുപോലെ പ്രിയരെ ദൈവം ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം നമ്മെ നോക്കുന്നുണ്ട്. ദൈവം ദാനമായി തന്ന സമയങ്ങൾ, ദൈവം ദാനമായി തന്ന ആയുസ്, ആരോഗ്യം, ഇതൊക്കെ ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ഈ ഭൂമിയിലുള്ള താൽക്കാലിക ഭോഗങ്ങൾക്ക് വേണ്ടി കടന്ന് ഓടുന്നവരെ ദൈവം നോക്കുന്നുണ്ട്. പ്രിയരെ, അബ്രഹാമിനോട് ചോദിച്ചത് മകനെയാണ്. നമ്മോട് ഇതുപോലെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയം, നമ്മൾ നന്നായി ഉറങ്ങുന്ന സമയം, അല്ലെങ്കിൽ നമ്മുടെ കാര്യാദികൾക്ക് വേണ്ടി ഓടുന്ന സമയം, ദൈവം ചോദിക്കുന്നുണ്ട്, എൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി എന്നോട് പ്രാർത്ഥിക്കാൻ നീ റെഡിയാണോ? പ്രിയരെ, അവിടെ അബ്രഹാം എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അതികാലത്തെ കഴുതയ്ക്ക് കോപ്പിട്ട് യാഗം കഴിക്കാൻ പുറപ്പെട്ടതുപോലെ ദൈവത്തിന് മനസ്സിലായി, അബ്രഹാമിന് തലമുറയേക്കാൾ, ഭൂമിയിൽ ദൈവം ദാനമായി കൊടുത്ത എല്ലാത്തിനേക്കാൾ അബ്രഹാമിന് ഇഷ്ടം ദൈവത്തെയാണ്. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സൃഷ്ടിതാവിനേക്കാൾ അധികമായിട്ട് നമ്മൾ സൃഷ്ടിയെ എടുത്ത് പുകഴ്ത്താറുണ്ട്. പ്രിയരെ, നമുക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം നമ്മൾ ഇട്ടെറിഞ്ഞു പോകും, എല്ലാം വിട്ടേച്ചു പോകും. തലമുറകളാകട്ടെ, കുടുംബജീവിതമാകട്ടെ, എല്ലാം വിട്ടിട്ട് പോകും. നിലനിൽക്കുന്ന ഒരു സത്യത്തെ മുറുകെ പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഏറ്റവും നല്ല സമയവും ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സാഹചര്യങ്ങളും, നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ ആയുസ്സാകട്ടെ, എല്ലാം ദൈവത്തിന് കൊടുപ്പാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടുവാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ അബ്രഹാം അതികാലത്തെ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, സ്നേഹമുള്ള തൻ്റെ സ്വന്തം മകനെ യാഗം കഴിക്കാൻ അതികാലത്ത് പുറപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും നല്ലത് കർത്താവിന് കൊടുത്ത് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.